നമ്മളിപ്പോൾ ഉള്ളത് കുട്ടനാട്ടിലാണ്. വളരെ ആവേശകരമായി തെരഞ്ഞെടുപ്പുകളെ ഏറ്റെടുക്കുന്ന ഒരു ഇടം കൂടിയാണ്. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ജനത കൂടിയാണ്. രാമങ്കരി പഞ്ചായത്ത് നമുക്കറിയാം ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള ഇടമാണ്. എങ്കിൽ പോലും എല്ലാ മുന്നണികൾക്കും ശക്തിയുള്ള ഇടം കൂടിയാണ് കുട്ടനാട്. പക്ഷേ ഇത്തവണ രാമങ്കരി നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശ്രദ്ധേയമാണ്. പല ഘട്ടങ്ങളിലായി ഇടതുപക്ഷത്തിനുള്ളിലെ തന്നെ തർക്കങ്ങൾ, CPM-നുള്ളിലെ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഒരുപറ്റം CPM വിട്ട് ആളുകൾ പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. CPM തമ്മിലുള്ള ഇടച്ചിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പിലും അതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തവണ രാമങ്കരിയിൽ CPIയും CPM-ഉം LDF-ൽ രണ്ടായി മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത രാമങ്കരിക്കുണ്ട്. അങ്ങനെ ഇത്രയധികം സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഏകദേശം 2 റൗണ്ടൊക്കെ CPI കഴിഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത്തരത്തിൽ സജീവമായി ഞങ്ങൾ മത്സരത്തിന് ഇറങ്ങും എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ള ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്താണ് രാമങ്കരി എന്നുള്ളതാണ്. ഇത്തവണ നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ്. എന്താണ് അവസ്ഥ? ഇത്തവണ CPI തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിട്ടുള്ളത്. പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് CPI തയ്യാറായതാണ്. കേരളത്തിലെ LDF-നെ സംരക്ഷിക്കാനും LDF-നെ ശക്തിപ്പെടുത്താനും ഏറ്റവും അധികം ശ്രമിക്കേണ്ടത് വലിയ പാർട്ടി എന്നുള്ള നിലയിൽ CPM-ആണ്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകാതെ വന്നപ്പോഴും വിട്ടുവീഴ്ചയോടുകൂടി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായി. പക്ഷേ ആക്ഷേപിക്കത്തക്ക നിലയിൽ ഒരു സീറ്റ് തരാം രാമങ്കരിയിൽ എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന തീരുമാനമെടുത്തു. രാമങ്കരി പഞ്ചായത്തിൽ 8 സീറ്റുകളിലേക്ക് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ CPI. 8 സീറ്റുകളാണല്ലേ നിങ്ങൾ ലക്ഷ്യമിടുന്നത്? ഇല്ല, ഇപ്പം നമ്മൾ 6 സീറ്റിലേക്ക് കൊടുത്തു. ഒരു സീറ്റിൽ കൂടെ ഒരു പക്ഷേ ഇപ്പോൾ കൊടുക്കും. ഏഴാമത്തെ സീറ്റ്. അതായത് മൊത്തം 14 വാർഡുകളാണല്ലേ? അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയ ഒറ്റകക്ഷിയായി മാറിയാൽ നിങ്ങൾക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ ഒറ്റകക്ഷിയായി മാറും. ഞങ്ങൾ മത്സരിക്കുന്ന എല്ലാവരും തന്നെ ജയിക്കും. അടുത്ത പ്രസിഡന്റ് യാതൊരു സംശയം ആർക്കും വേണ്ട, CPIയുടെ പ്രസിഡന്റ് ആയിരിക്കും. അത്ര ആത്മവിശ്വാസമുണ്ട്. 100% ആത്മവിശ്വാസം. എന്തായാലും അവരുടെ ആത്മവിശ്വാസം ഇതാണ്. നമുക്ക് CPM-നോടും ഒക്കെ ചോദിക്കേണ്ടതുണ്ട് അവരെന്താണ് അവരുടെ ഒരു ഹോപ്പ്. ന്യൂസ് 8 ഇപ്പോൾ ഉള്ളത് രാമങ്കരി CPM-ന്റെ രാമങ്കരി ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ്. നമ്മളോടൊപ്പം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സലീം കുമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇവിടെ CPIക്ക് അർഹമായ സീറ്റുകൾ കൊടുത്തിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള അവകാശവാദം അവർ ഉന്നയിക്കുകയാണ്. അവർ കഴിഞ്ഞ വർഷം ഒരു സീറ്റിലാണ് മത്സരം. ഈ പ്രാവശ്യം 3 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് അനുസരിക്കാൻ തയ്യാറല്ലാത്ത നേതൃത്വമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും അടുത്ത ദിവസം ഈ പ്രശ്നമെല്ലാം പരിഹരിച്ച് LDF ഒന്നായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷ. ഇവിടെ CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പോവുകയാണ്. അകത്ത് ഒരു കൂട്ടം, അതായത് ഇന്ന് നോമിനേഷൻ സമർപ്പിക്കേണ്ട ആളുകൾ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലാണ്. അവർ അതിവേഗം എല്ലാം തീർക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ നീക്കുന്നു. എല്ലാം ഉഷാറല്ലേ? നല്ല ആത്മവിശ്വാസം ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇത്തവണ ഇവിടെ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഒരു സ്പ്ലിറ്റ് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ബാധിക്കുമോ? എന്താ അവസ്ഥ? ഒന്നും ബാധിക്കത്തില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് ആ നിലയിൽ നേരിട്ടതാണ്. CPM വിജയക്കൊടി പാറിച്ചതാണ്. അതുകൊണ്ട് അതൊന്നും ബാധിക്കത്തില്ല. എല്ലാവരും എതിരായിരുന്നു, എന്നിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിച്ചതാണ്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തിലാണ്. രാമങ്കരി പഞ്ചായത്തിൽ ഭരണം തുടരും ഇടതുപക്ഷത്തിന്റെ. തുടർച്ചയായി രാമങ്കരി ഇടതുപക്ഷം ഭരിക്കുവാണ്. അതെ, തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും ഞങ്ങൾ ആവർത്തിക്കും. ഇവരുടെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പം പരിഹരിക്കാതെ എല്ലാ മേഖലയിലും ഇല്ല, ചില വാർഡുകളിൽ മാത്രമേ ഉള്ളൂ ചെറിയ പ്രശ്നങ്ങൾ. അതിപ്പം ഈ ഭരണസമിതിയിലൂടെ എല്ലാം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഓരോരോ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാധാരണ ജനങ്ങൾ ഒരുപാട് പേർ ഉൾപ്രദേശങ്ങളിലുണ്ട്. അവരെയൊക്കെ ഒന്ന് നമുക്ക് കണ്ടുവരാം. വെള്ളപ്പൊക്കത്തിന് എന്തെങ്കിലും ശമനമുണ്ടോ? വെള്ളപ്പൊക്കത്തിന് ഒരു ശമനമില്ല. ഒരു ശമനമില്ല. കുടിവെള്ളത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? കുടിവെള്ളം കിട്ടുന്നുണ്ട്. രാമങ്കരി കുടിവെള്ളം വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നില്ലേ? എന്നാൽ ഈ പറയുന്ന പോലെ ഈ റോഡിൽ കൂടെ ഈ റോഡ് എങ്ങനെ കിടക്കാതുകൊണ്ട് എത്ര നാളായി? ഒത്തിരി നാളായി. നല്ലൊരു റോഡ് വേണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഇത്തവണ? ഏത് രാമങ്കരി പഞ്ചായത്തിന്റെ ഭാഗമല്ലേ? പേരെന്താ? രഞ്ജിത്ത്. എന്താവശ്യം? നമുക്ക് റോഡ് വേണം, വെള്ളപ്പൊക്കത്തിന് ശമനം ഉണ്ടാകണം. ഈ എക്കൽ മാറല് വലിയൊരു പ്രശ്നമാണ്. ഈ AC റോഡിന്റെ ഇഷ്യൂസും ബാധിക്കുന്നുണ്ടല്ലേ നിങ്ങളെ? എല്ലാം ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു AC കനാൽ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം വന്ന് അടിഞ്ഞു എക്കൽ വരാത്തൊരു വലിയ ഇഷ്യൂസ് ഉണ്ട്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇപ്പൊ പറഞ്ഞോളാം. ഇല്ല, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് എല്ലാവരും ആവശ്യങ്ങൾ പറയുന്നത്. ഇത്തവണ നമുക്കറിയാലോ, ജനങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റവും അധികം അവർ പറയുന്ന ഒരു സമയം കൂടിയാണ്, കേൾക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഏത് സ്ഥലത്താ ഉള്ള? രാമങ്കരിക്കാരാണോ?
ഇല്ല, ഞങ്ങൾ മിത്രക്കരി. മിത്രക്കരിയാണ്. മിത്രക്കരി എങ്ങനെയുണ്ട്? മിത്രക്കരി എല്ലാവരും വോട്ടൊക്കെ ചോദിച്ച് വരുന്നുണ്ടോ? വോട്ടൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. എന്തായിരിക്കും ഇത്തവണ എങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മ? നാടിന് നന്മയുള്ളവരെ വോട്ട് ചെയ്യിക്കണം. വോട്ട് ചെയ്യണം, രാഷ്ട്രീയം നോക്കരുത്. രാഷ്ട്രീയം നോക്കരുത്. നമ്മളിപ്പോ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് അടുത്താണെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇലക്ഷൻ ആയതോടുകൂടി നല്ല തിരക്കുള്ള ഒരു ചായക്കട ഉണ്ട് എന്നുള്ളതാണല്ലേ ചേച്ചി? ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ? റോഡും നിർമ്മാണവും ഒക്കെ ഉണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്? റോഡിന്റെ പ്രശ്നമേ ഉള്ളൂ, മെയിനായിട്ട് അതാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പായപ്പോൾ ചായയൊക്കെ കൂടുതൽ പോകുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല ഇല്ല. മൊത്തത്തിൽ ഇവിടെ ഈ രാമങ്കരി എവിടുത്തെ വോട്ടറാണ്? ഇവിടുത്തെ തന്നെ 5ാം വാർഡില്. ആണ് 5ാം വാർഡിലെ വോട്ടറാണ്. അവിടെ നിങ്ങളുടെ 5ാം വാർഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വളരെ നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നു, കാര്യങ്ങളൊക്കെ ഉഷാറാണ്. പിന്നെ വോട്ട് ചെയ്യാൻ സന്തോഷമുണ്ടോ ഇത്തവണ? പിന്നില്ലേ, ഉണ്ട്. അതാണ് സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു വോട്ടർ. പേരെന്താ? ജാസ്മിൻ. ജാസ്മിൻ ആണ്. ജാസ്മിൻ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും അവരുടെ ഒരു ആവശ്യം ഈ റോഡ് തന്നെയാണ്, ഈ കാണുന്ന റോഡ് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് ഓരോ സ്ഥാനാർത്ഥികളും നോമിനേഷൻ കൊടുക്കാനായിട്ട് ഇവിടേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുറച്ചൊരു ടൗൺ ഏരിയ പോലെ എന്ന് പറയാം, പക്ഷേ ഉള്ളിലേക്കൊന്നും പോയേണ്ടതുണ്ട്. നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ പോകണം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളായ ആളുകളുണ്ട്, അവരോടൊക്കെ നമുക്ക് ചോദിക്കാം. നാടിൻ്റെ സ്പന്ദനം ഏറ്റവും നന്നായി അറിയാവുന്ന ആളുകളാണ് അവർ. ഇപ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് തന്നെ AC കനാലിൻ്റെ സൈഡിലാണ് അല്ലേ? ഈ കനാലിൻ്റെ പ്രശ്നം നമ്മളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് എക്കൽ നീക്കം ചെയ്യുന്നില്ല, ബ്ലോക്കായി കിടക്കുന്നു, അതൊക്കെ ആളുകൾ ഒരുപാട് പറയുന്നുണ്ട്. ഇത് ഏറ്റവും അടുത്ത് ഈ കനാലിനടുത്ത് ജോലി ചെയ്യുന്നവരാണ് ഇവരല്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കനാലിൻ്റെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇത് തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇതുവരെ അത് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ ഈ പോളയും അത് ഇതുമെല്ലാം ഇവിടെ വന്ന് അടിഞ്ഞു കിടപ്പുണ്ട്. ഒന്ന് രണ്ടാമത് വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. കാര്യം അത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനവും കുട്ടനാടിൻ്റെ വെള്ള ഭീഷണി ഒഴിവാക്കും. ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടനാട്ടിൽ കൃഷി വിട്ടിട്ട് വേറെ വല്ല പണിക്ക് പോകുന്നത് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. കാർഷിക മേഖല വിട്ടു വന്നവരൊക്കെ നിങ്ങളുടെ ഇവിടെ ഓട്ടോറിക്ഷ ഓടാനൊക്കെ ഉണ്ടോ? ഉണ്ട്. കാർഷിക മേഖലയിൽ പണിയുന്ന ഒത്തിരി പേരുണ്ട്. എന്നാലും കാർഷിക മേഖലയിൽ തന്നെ ഇപ്പോൾ പണിയൊന്നുമില്ല. മറ്റു കാര്യങ്ങളിപ്പോൾ തന്നെ നെല്ല് കൃഷിയൊക്കെ നഷ്ടത്തിലാണെന്ന് കർഷകർ പറയുന്നത്. ഒന്നാമത് വെള്ളപ്പൊക്കം ഈ കുട്ടനാട്ടിലേക്ക് ഇവിടെ ഒരു കൃഷി ആണ്ടി നടക്കുന്നുള്ളൂ. എന്താ ചേട്ടാ? എന്താ? ലോറി ഡ്രൈവറാണ്. ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വഴി ഇവിടെ ഇല്ല. പുറത്തേക്ക് ഇറങ്ങാവോ? ഞാനൊരു ലോറി ഡ്രൈവറാണ്. ഞാൻ നേരത്തെ കാലങ്ങളിലൊക്കെ ഇതുപോലെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നോക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ. ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടൊരു ബസ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒന്ന് മറികടക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. റോഡിൻ്റെ ഒരു അവസ്ഥ കണ്ടല്ലോ. ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്, അവരവരുടെ ഒരു പ്രശ്നം പറഞ്ഞതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് ഈ റോഡ് ഒരു വലിയ പ്രശ്നമായി. എല്ലാ ജനകീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ അവർ പ്രധാനമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ റോഡിൻ്റെ പ്രശ്നം തന്നെയാണ്. അതിങ്ങനെ വീതി കുറഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും അപകടം വലിയ തോതിൽ കൂടുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇലക്ഷനൊക്കെ ആയിട്ട് ഇവിടെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കുവാണോ? സമയങ്ങളുണ്ട്. എന്ത് തോന്നുന്നു നിലവിലത്തെ ഒരു പാട്ടൊന്നും ചെയ്ത് നിർത്തുവോ? ഒരു ഇലക്ഷനായിട്ട് ഒരാൾ വന്ന് ഇവിടെ പാട്ടൊക്കെ കേട്ടിരിക്കുക. എന്ത് ചെയ്യുന്നു ചേട്ടാ? പ്രശ്നമേ അല്ല. എന്ത് ചെയ്യുന്നു ചേട്ടാ? എന്ത് ചെയ്യുന്നു? ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇപ്പൊ നമ്മൾ കുട്ടനാട്ടിലെ കാർഷിക വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. കൃഷി പലരും നിർത്തുന്നു. കൃഷിയുണ്ട്. കണ്ടത്തിൽ പോയിട്ട് വന്ന ആളാണ്. ഓട്ടോറിക്ഷ ഫുൾ ടൈം കൃഷിക്കാരനായിരുന്നു. എങ്ങനെയുണ്ട് ജീവിത സാഹചര്യങ്ങളൊക്കെ? പോകുന്നു. നിലവിലത്തെ ഒരു അവസ്ഥയിൽ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, കാർഷിക മേഖലയിലെ വിഷയങ്ങൾ പറഞ്ഞാൽ ഈ നെല്ലാണ് കൊയ്ത് കഴിഞ്ഞിട്ട് കിഴിവ് കൊടുക്കുക. ഒരു 100 കിലോയ്ക്ക് 15 കിലോയ്ക്കൊക്കെ ഇപ്പം കിഴിവ് വെച്ചിട്ട് നെല്ല് പോയിക്കൊണ്ടിരിക്കും. എടുക്കാൻ മില്ലുകളില്ല, അതൊന്നും സംഭരണം ശരിയാകുന്നില്ല. അതായത് നമുക്കറിയാം സംഭരണം ആരംഭിച്ചു എന്ന് GR ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, സിവിൽ സപ്ലൈസ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നു. പക്ഷെ കർഷകനാണ് പറയുന്നത് അവരുടെ സാഹചര്യം എന്താണെന്ന്. ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ 15 കിലോ കിഴിവ് കൊടുത്താണ് ഇത്തവണ നെല്ല് കൊടുക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ അമർഷങ്ങളൊക്കെ ഇവരുടെയൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ത് രാഷ്ട്രീയമെന്ന് പറഞ്ഞ് സമാധാനത്തിന് ഇവിടെ പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യമായ കാര്യം അതാണ്, സമാധാനത്തോടെ പാട്ടും കേട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. കർഷകനാണ്, ഒന്നും ചിന്തിക്കേണ്ടല്ലോ, തലയ്ക്കകത്ത് വേറൊന്നും കയറ്റി നടക്കണ്ടല്ലോ എന്നുള്ളതാണ് പറഞ്ഞത്. ചേട്ടാ, ഇലക്ഷനാണ്. ഏത് പഞ്ചായത്തിലെ വോട്ടറാ? രാമങ്കരി ഇത്തവണ എന്താവും? രാമങ്കരി ജനങ്ങളോട് താല്പര്യമുള്ളവർ ജയിക്കും, അല്ലാതെ ഇന്ന പാർട്ടി ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ആരൊക്കെ വന്നു പോകുമ്പോഴും
കുട്ടനാടിൻ്റെ ജനകീയ പ്രശ്നങ്ങൾ അത് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു. നമ്മൾ ഈ കാണുന്ന കടകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ AC റോഡിൻ്റെ നിർമ്മാണം ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന, ഒരുപാട് പേർക്ക് വരുമാനം കിട്ടിയിരുന്ന ഒരു സ്ഥാപനങ്ങളൊക്കെ ആയിരുന്നു. അവയൊക്കെ ഇപ്പോൾ അടച്ചിട്ടൊരവസ്ഥയാണ്. കാരണം AC റോഡിൻ്റെ നിർമ്മാണത്തിലേക്ക് വന്നപ്പോൾ അത് ഒരു വലിയ തോതിൽ ആളുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. എന്തായാലും റോഡിൻ്റെ നിർമ്മാണം വേണം, റോഡ് നിർമ്മാണം വളരെ അത്യാവശ്യമുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ജനകീയമായി ഉന്നയിക്കപ്പെടുന്ന, പ്രദേശവാസികൾ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ ഒക്കെ കൂടി, പ്രത്യേകിച്ച് ഈ റോഡിൻ്റെ വീതി അടക്കമുള്ള പ്രശ്നങ്ങൾ ഒക്കെ, AC കനാൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ കൂടി സജീവമായി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രദേശവാസികളുടെ അവരാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വിക്റ്റിമാകുന്ന ആളുകൾ അവരാണ്. അപ്പോൾ അവരെ കൂടെ കണക്കിലെടുത്ത് പോകണമെന്നുള്ളതാണ് ഇവർക്ക് നമ്മളോട് പറയാനുള്ളത്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊന്നും ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. ആര് ജയിക്കും ആര് തോക്കുന്നാണോ, അങ്ങനെയാണോ ചോദ്യം? അതെന്തായാലും അതിപ്പോ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല, അറിയോ? അതൊക്കെ നമ്മുടെ രഹസ്യമല്ലേ, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുന്നു, നമ്മൾ വഴിയേറും ഇരിക്കുന്ന അത് പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ലോ. അതിലൊന്നും നമ്മുടെ രഹസ്യമല്ലേ അല്ലേ? നമ്മൾ നമ്മുടെ അവകാശമല്ലേ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുക. അരിയായിട്ടിരിക്കുമ്പോൾ നമ്മളതൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ലോ, പറയാൻ പാടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിക്കാം അല്ലേ, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസരമല്ലേ അത് പറയാം. അത് നല്ല കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ ഉണ്ടാവണമെന്നും അങ്ങനെയുള്ളവർ ആരെങ്കിലും ജയിക്കണമെന്നാണ്. നന്നായിട്ട് ചെയ്യുന്നത്. വഴിയൊരു കച്ചവടം നടത്തുന്ന ഒരാളല്ലേ, എന്താ ആവശ്യം? എല്ലാ ആവശ്യമുണ്ട്. വഴിയല്ല, ഈ അകത്തോട്ടുള്ള വഴി കിടക്കുന്നതാണല്ലേ, ഒരു മനുഷ്യൻ നടന്നു പോകാൻ മേലാത്ത അവസ്ഥയല്ല. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ കണ്ടോ, അങ്ങോട്ട് SNDP ഉണ്ട്, അങ്ങോട്ട് കിടക്കുന്നത്. അക്കരെ ഇത്രക്കേരി വഴി, ഒരു വഴികളും ഇല്ല. ഇപ്പൊ തന്നെ റോഡ് വികസനം വന്നു, റോഡ് ഒതുങ്ങിയതല്ലാതെ റോഡിന് വീതി കൂടിയിട്ടില്ല. അല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല. അപകടങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ, ഇത് തന്നെ കളികൾ, ഇത്രയേ ഉള്ളൂ. മനസ്സിലൊരു രോഷമുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷേ റോഡ് ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ കുട്ടനാട്ടിൽ, എപ്പോഴും റോഡ് ഒരു വലിയ പ്രശ്നം. പ്രശ്നം എന്ന് പറഞ്ഞില്ല, ഇതിപ്പോ നമ്മൾ റോഡ് ഇപ്പൊ സർക്കാർ പണിതെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഒട്ടും വീതിയില്ല, പഴയാലും വീതി കുറഞ്ഞു റോഡിന്. ഈ അപകടങ്ങൾ ഡെയിലി അപകടം ഇല്ലാത്ത, ഒരു മരണമില്ലാത്ത ഒരു ദിവസങ്ങളും ഉണ്ടോ? ആക്സിഡന്റ് ഇല്ലാത്ത ദിവസങ്ങളില്ല ഇപ്പൊ നമ്മുടെ റോഡിൽ. മഷി തവണ ആർക്ക് വോട്ട് ചെയ്യും? വോട്ട് ചെയ്യുന്നത് ചോദിക്കുന്നില്ല, എങ്ങനെയുണ്ട് ഇലക്ഷൻ? എവിടുന്ന ഈ നടന്നു വരുന്നത്? ഞാൻ മുട്ടാറുകാരത്തിയാ. എന്താ അവസ്ഥ? ആരും വീട്ടിലൊന്നും വന്നൊന്നുമില്ല, ആരും വന്നില്ല. പിന്നെ ഞങ്ങൾക്ക് വഴി ഒന്നും ഇല്ലാത്ത കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ ആരും വന്നിട്ടില്ല. വരമം മുട്ടാർ പഞ്ചായത്തിൽ ഏത് വാർഡാണ്? 4-ാം വാർഡ്. വഴിയില്ല അവിടെ, വഴിയില്ല. വേറെ എന്തൊക്കെയാണ് വേറെ വിശേഷം? ആരാണ് മുട്ടാർ ഇപ്പൊ നിലവിൽ ഭരിക്കുന്നത്? ആരോ 3 പേര് നിപ്പോണ്ടെന്ന് പറയുന്ന കേട്ടു. അല്ല, മുട്ടാർ പഞ്ചായത്ത് കോൺഗ്രസ് ആണോ BJP ആണോ അതോ CPM ആണോ ഭരിക്കുന്നത്? നേരത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും ഉണ്ട്, 2 പേരും ഉണ്ട്. കുടിവെള്ളത്തിന് പ്രശ്നങ്ങളൊക്കെ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് പൈപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് വെള്ളം കോരാൻ ബുദ്ധിമുട്ടാണ്. ഇന്നാണ് കുടിക്കാൻ വെള്ളമില്ല. ഇന്ന് കുടിക്കാൻ വെള്ളമില്ല. പിന്നെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് മേടിക്കണം, അനിയൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ച് വേണം ഇന്ന് ഞങ്ങൾക്ക് കുടിക്കേണ്ടത്. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര് പറയുന്നു AC റോഡ്, ഇവർ ഒരുപാട് സമരം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. AC റോഡിലെ വിഷയങ്ങളും നെല്ലും തെരഞ്ഞെടുപ്പായി. എന്താകും? എന്തായാലും ഇപ്പോൾ AC റോഡിൻ്റെ വിഷയം തന്നെ നമ്മൾ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന് വിപരീതമായ രീതിയിൽ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫുട്പാത്തിൽ കൂടെ തന്നെയാണ് ഇപ്പം അങ്ങോട്ട് ഈ പൈപ്പ് ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൈപ്പ് ലൈൻ യഥാർത്ഥത്തിൽ പോകേണ്ടത് വെള്ളത്തിനടിയിൽ കൂടെ സുന്ദരമായിട്ട് കടത്തിക്കൊണ്ട് പോകുന്നതാണ്. ഇത് പണിതിട്ട് വീതിയില്ലാത്ത റോഡിൻ്റെ അവിടെ വീതി കുറച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ശരിക്കും ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് കടക്കും. കാരണം സ്വാഭാവികമായിട്ട് ഈ ഒരു ഇങ്ങനെ അങ്ങ് എടുത്ത് വെക്കാൻ നേരം സംഭവിക്കാൻ പോണത് ഇതിനപ്പുറത്തേക്ക് പിന്നെ ഒരു എക്സ്റ്റൻഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പം ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇതിനകത്ത് തന്നെ ആയിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത്. അതായത് പൈപ്പ് ലൈൻ പോകേണ്ടത് ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ് അല്ലേ, ഈ കനാലിന്റെ സൈഡിൽ കൂടിയാണ് പോകേണ്ടത്. വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റുന്നത് ഇതിന്റെ അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അടുത്തിരിക്കുന്ന കടക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ റോഡിന്റെ വീതി കുറയുന്ന രീതിയിൽ ഫുട്പാത്തിന്റെ വീതിയും പോകുന്നത്. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുട്പാത്തിലേ വെക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലമില്ല, ഈ സൈഡിൽ സ്ഥലമില്ല. ആ മരം വെട്ടി മുഴുവൻ കളയേണ്ടി വരും. അപ്പോൾ ഇത് വളരെ അശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ പേരിനകത്ത് പോലും വികസനമില്ല. സാധാരണ അത് വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ അർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. അതുപോലും ഇല്ലാതെ ഉള്ള റോഡിൻ്റെ വീതി കുറച്ചുള്ള ഒരു സംവിധാനമാണ് വികസനം എന്ന രീതിയിൽ വന്നിരിക്കുന്നത്. ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്നുള്ള യാഥാർത്ഥ്യം. അതാണ് അവസ്ഥ. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവര് പേരെങ്ങനെയൊന്ന് പറയും? എൻ്റെ പേര് PR സതീശൻ എന്നാണ്. ഇവിടെ നെൽകർഷക സംരക്ഷണ ബോർഡ് വർക്കിംഗ് പ്രസിഡന്റാണ്.
ജനകീയ പ്രതിരോധ സമിതിയുടെ താലൂക്ക് സെക്രട്ടറിയാണ്. അതെ, ഈ എസ് സി റോഡിന്റെ അല്ലേ? അതെ അതെ അതെ. അതാണ് എസ് സി റോഡുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ആളുകളാണ് ഇവര്. ഇപ്പോഴും ആ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടാതെ അങ്ങനെ തന്നെ പോകുന്നു. എത്ര മരണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പം 14 മരണങ്ങൾ ഇതുമായിട്ട് ഇതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ രാമങ്കരി ഈ ഭാഗത്ത് മാത്രം 14 മരണങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുള്ള ഇടങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം പിന്നെ ഈ മാമ്പഴക്കരി ഭാഗത്ത് തന്നെ 3 രാമങ്കരിക്ക് മാമ്പഴക്കരിക്ക് ഇടയ്ക്ക് തന്നെ 3 മരണം സംഭവിച്ചാലാണ് ശരിക്കും. അങ്ങോട്ട് എല്ലാ ഭാഗത്തും അത് തന്നെയാണ്. കാരണം വീതി കുറവല്ലേ. ഇപ്പോൾ ഒരു ഫുൾ സിംഗിലായി കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ വിഷയമാണ് ഉണ്ടാകാൻ വേണ്ടത്. കാരണം ഇപ്പം ടോറസൊക്കെ അവരുടെ ട്രെയിലർ വരാനുണ്ട്, ടോറസ് വലിയ വരാനുണ്ട്. ഇപ്പം 3 മണിക്കും 10 മണിക്കൊക്കെ ടോറസ് നിർത്തിയിടണമെന്നല്ല പറഞ്ഞത്. എവിടെ കൊണ്ട് നിർത്തിയിടുക? അവിടെ വണ്ടി നിർത്തിയിടണമല്ലോ. ഇപ്പോൾ എങ്ങനെ ഓവർടേക്ക് ചെയ്യും? എന്താണ് അവസ്ഥ? എന്താണ് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് ഇവർക്ക് ഒരു ബോധമില്ലേ? സാമാന്യ യുക്തി ഉണ്ടെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യമുള്ളല്ലോ ഈ കാര്യങ്ങളെന്ന് പറയുന്നത്. അതാണ് രാമങ്കരിക്കാർക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഇവിടെ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഉയർന്നു നിൽക്കുകയാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാനാണ് ഇവിടെ റോഡ് പ്രധാനമായും ഈ റോഡിന്റെ ഗതാഗതം തടസ്സപ്പെടുന്ന മഴക്കാലത്ത് വെള്ളവും പ്രശ്നങ്ങളുമായിട്ടാണ്. വെള്ളക്കെട്ട് പരിഹരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല, വെള്ളക്കെട്ട് റോഡിൽ വെള്ളമാണ്. ഞങ്ങൾക്ക് ഉടനെ വണ്ടി കിടക്കാൻ പറ്റില്ല. മഴ പെയ്ത റോഡിന് 2 സൈഡിലും വെള്ളം. റോഡ് നടു മാത്രമേ പൊങ്ങി വയ്ക്കും. പുതിയ റോഡിൽ വെള്ളം, പുതിയ റോഡ് വെള്ളമാണ്. മഴ പെയ്ത വെള്ളം ഒഴി ഓടലോട്ട് വെള്ളം ഒഴുകി പോകണില്ല. ആ വണ്ടി 250 വെറ്റി കൊടുത്തിരിക്കുക. 250 ഇപ്പം വെഹിക്കിൾ കൊടുത്തിരിക്കുക. ഇപ്പം കൊടുത്തോ? എന്തുകൊണ്ട് കൊടുത്തു? വഴിക്ക് വീതി കഴിഞ്ഞോണ്ടല്ലേ? കണ്ടോ സൈഡ്? ഇതൊക്കെയാണ് ഇവിടുത്തെ കുഴപ്പം. വഴിക്ക് വീതിയില്ല വന്നപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും. നമ്മളെവിടെ പാർക്ക് ചെയ്യുന്നു? നിങ്ങളുടെ വണ്ടി കൂടെ ഒരു കാർ ഇവിടെ ഏതെങ്കിലും സൈഡ് ഇവിടെ ഇടാൻ പറ്റുമോ? നമ്മൾ ഓടി വരുന്ന വണ്ടിക്ക് നമ്മൾ എതിർ ദിശയിൽ വരുന്ന വണ്ടി എങ്ങോട്ട് ഒരു ഇടിക്കാൻ വരുമ്പോൾ എങ്ങോട്ട് പോകും? ഈ ഓട കാരണം നമ്മൾ എങ്ങോട്ട് പോകും? അത് ഏറ്റവും കൂടുതൽ വരുന്നതും ഇവിടെ ഏറ്റവും കൂടുതൽ ബൈക്ക് ആക്സിഡൻറ്റാണ്. വണ്ടിയെല്ലാം ഇടിക്കുന്നതല്ല, ഈ ഓട ഇതേ കയറിയ ഇടിച്ച് മറിഞ്ഞ് തല പൊട്ടുക, എല്ലാവരും മരിച്ചു പോവുക. ജീവനോട് ആരെയും കാണുന്നില്ല ഞങ്ങളാരും. ഇവിടെ തന്നെ ഇതുമാത്രം അപകടം ഉണ്ടാകുന്നു. ഈ റോഡിൻ്റെ പണി കാരണം മാത്രം മോശം പണി. നമ്മളിപ്പോൾ ഉള്ളത് രാമങ്കരി 4-ാം വാർഡിലാണ്. നമ്മൾ കണ്ട ക്ഷേത്രം ചെറിയ മഴയെ വന്നിട്ടുള്ളൂ. വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ ഉണ്ട് കിടക്കുന്ന. എപ്പോഴും ഒരു വെള്ളത്തിന്റെ പ്രശ്നം ഈ കുട്ടനാട്ടിൽ എപ്പോഴും ഉണ്ട്. അത് നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പോലും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ പലതുമുണ്ട്. പക്ഷെ അതും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അല്ലെ? ഇപ്പൊ 4-ാം വാർഡാണ്. പേരെന്താ ചേട്ടാ? എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ. നമ്മളിവിടെ ഈ 4-ാം വാർഡില് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്? ഇല്ല. രാഷ്ട്രീയപരമായിട്ട് പറയുമ്പം CPI ഇവിടുന്ന് വിഘടിച്ചിരിക്കുകയാണ് പാർട്ടിയുമായിട്ട് എന്നുള്ളത്. അത് ഇത്രമാത്രം അവർ പറയുന്ന രീതിയിൽ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രാമങ്കരി എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പ്രത്യേകിച്ച് CPM നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഈ CPI ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും അത് CPI പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു ജയം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അവർക്ക് ഒരിക്കലും ജയം കിട്ടത്തില്ല. ഇല്ല, CPIക്കാരോട് ഇല്ല. ഇല്ല അല്ലേ? ഇല്ല. പാർട്ടിയിൽ നിന്ന് പോയ കുറച്ച് ആൾക്കാരുണ്ട്, അവര് കുറെ പേര് തിരിച്ചു വരികയും ചെയ്തു. പിന്നെ CPIക്കാരങ്ങനെ വലുതായിട്ടൊന്നുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മുന്നണിയിൽ തന്നെ LDF തന്നെ ഒരു ഭിന്നത ഉണ്ടായിട്ടുണ്ട്. ആ ഭിന്നത അത്ര കണ്ട് ബാധിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു സാധാരണ വോട്ടറായി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമായും നമ്മൾ ഈ ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടിവെള്ളം തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. കാരണം ആഴ്ചയിൽ 3-4 ദിവസം മാത്രം 2-3 ദിവസം മാത്രം ആണ് കുടിവെള്ളം കിട്ടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത് രാമങ്കരിയിൽ. എന്തായാലും നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ കൃഷിയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഏറ്റവും കൂടുതലായി ഉള്ളത്. അത്തരം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ വെള്ളവുമായി നിരന്തരം മല്ലിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടം കൂടിയാണ് കുട്ടനാട്. അപ്പോൾ അത്തരം മേഖലകളിലുള്ള ആളുകളോട് കൂടി നമുക്കൊന്ന് സംസാരിച്ചിട്ട് വരാം. ഇത് BJPയുടെ രാമങ്കരി പഞ്ചായത്ത് കാര്യാലയമാണ്. എന്തായാലും NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് വരാം. എങ്ങനെയാണ് ഇവിടെയും കാര്യങ്ങളൊക്കെ ഉഷാറാണോ എന്നൊന്ന് നോക്കാം. എന്താണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJPക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് എന്താണ് വെക്കാനുള്ളത്? BJPക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ ധാരാളമുണ്ട്. കുട്ടനാടിൻ്റെ വിഷയമാണെങ്കിൽ തന്നെ കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകളുടെ യാത്രയെ സംബന്ധിച്ചുണ്ട്, അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം കുട്ടനാട്, ഇതൊക്കെ ദുരിതത്തിലാണ്. കുട്ടനാട്ടിലെ മുഴുവൻ നദികളും മാലിന്യമായിരിക്കുകയാണ്. 30 വർഷം മുമ്പ് കുട്ടനാട്ടിലെ നദികളിലെ വെള്ളം കോരി കുടിച്ച ആളുകൾ കഴിയുമായിരുന്നു. ഒരാൾക്കും ഒരു അസുഖവും വരുന്നില്ലായിരുന്നു. ഇപ്പം കുട്ടനാട്ടിലെ നദികളിൽ കുളിക്കാനോ ഒന്നും പ്രാഥമിക സൗകര്യം പോലും
നടത്താൻ പറ്റാത്ത രീതിയിൽ കുട്ടനാട്ടിലെ മുഴുവൻ നദികളും മാലിന്യമായിരിക്കുകയാണ്. എന്തായാലും കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഒപ്പം തന്നെ നെൽകർഷകരുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരിടമാണ് കുട്ടനാടൻ മേഖല. അതുകൊണ്ട് തന്നെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രത്തിന് പണം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ ചർച്ചയാകുന്ന ഒരിടം കൂടിയാണ്. പക്ഷേ അതിലൊക്കെ തന്നെ കൃത്യമായ പണം കേന്ദ്രം നൽകുന്നുണ്ടെന്നുള്ള തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ പലയിടങ്ങളിലും BJP അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വീഴ്ചയാണെന്നൊക്കെ പലയിടത്തും ആരോപണങ്ങളൊക്കെ പറയുന്നുമുണ്ട്. എന്തായാലും കേന്ദ്ര വികസന പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യസ്തമായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. വളരെ കൃത്യമായി എത്ര വോട്ടുകൾ തങ്ങൾക്ക് പോൾ ചെയ്യപ്പെടും, അവിടെ എങ്ങനെയുള്ള ഇടപെടൽ നടത്തണം എന്നതിനൊക്കെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് മെയ് മാസത്തിൽ തന്നെ BJP അംഗങ്ങൾ തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ്. അത്തരമൊരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കണക്കുകൂട്ടലുകളോടെ NDA ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് നാട്ടുകാരോട് കുറച്ച് പ്രതികരണങ്ങൾ, ഇപ്പോൾ BJP നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടു. അപ്പം നാട്ടുകാരോട് കുറച്ച് ചോദിക്കാം. രാമഗിരിക്കാരാണ്? അല്ല, രാമഗിരിക്കാരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാവരും നമ്മൾ മുകളിൽ കണ്ടിരുന്നു. എങ്ങനെയുണ്ട് ഇലക്ഷൻ ഇത്തവണത്തെ? ഇലക്ഷൻ്റെ വർക്കൊക്കെ തുടങ്ങിയല്ലോ ഉള്ളൂ. അത് ഇപ്പം ഞങ്ങൾ പണിയിലാണ്. പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇരുത്തി ചിന്തിക്കണം ആർക്ക് കൊടുക്കണമെന്നല്ലേ. അതെ 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 ഒരുപാട് വിഷയങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ കുട്ടനാട്. അതെ അതെ ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ അതിനൊരു മാറ്റമൊക്കെ വരണം. ഏത് തരത്തിലുള്ള മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? ഭരണമാറ്റമാണോ? അല്ലല്ല, പറയട്ടെ, നല്ലൊരു ഭരണം നമുക്കിവിടെ വരണത് നമ്മുടെ പഞ്ചായത്തിൽ അത്രയാണ് ഞങ്ങൾ. പാലമാണ് പാലം വേണം. തോട് വൃത്തിയാക്കണം. ഏത് സ്ഥലത്താണ് പാലം? രാമഗിരി പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ? എല്ലായിടത്തും ഉണ്ട് റോഡിന്റെ പ്രശ്നങ്ങൾ, എല്ലായിടത്തും ഉണ്ട്. എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ശല്യപ്പെടുത്താൻ പാടില്ല എന്നാണ്. ഇവിടെയുള്ള ആളാണ്. എങ്ങനെയുണ്ട് ചേട്ടാ സാഹചര്യം മൊത്തത്തിൽ? സാഹചര്യം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് CPM 9 സീറ്റ് പിടിച്ച സ്ഥലമാണ്. ഈ 9 സീറ്റ് പിടിക്കുകയും UDF 4 സീറ്റും. പക്ഷേ ഭരിച്ചത് കോൺഗ്രസ്. അത്തരത്തിൽ ജനങ്ങളുടെ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുക. പിന്നെ ഇവിടെ വരുന്ന പുതിയ തലമുറകൾ അവരെ സംബന്ധിച്ച് അവർ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായി പോവുക. രാഷ്ട്രീയ പാർട്ടിയോട്ടും വരുന്നില്ല. നമുക്ക് കളിക്കാൻ ഇവിടെ സ്ഥലങ്ങളില്ല. കളിസ്ഥലങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവും കൂടെ നമ്മുടെ ഈ പഞ്ചായത്തിലുണ്ട്. വികസനമില്ല ഈ പഞ്ചായത്തിൽ. കാരണം ഈ CPM ഉം CPI യും കോൺഗ്രസ് തമ്മിലുള്ള ഒരു വേർതിരിവിൻ്റെ പുറത്ത് ഈ പഞ്ചായത്തിൽ ഒരു വികസനവും കൊണ്ടുവരാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല, സംഭവിച്ചില്ല. മുട്ടക്കുളം പാലം എന്ന് പറഞ്ഞൊരു പാലം 2 വർഷമായി ഇടിഞ്ഞു പോയിട്ട് അവിടെ വീണ്ടും അതൊരു തടിപ്പാലം പോലും ഇടാൻ പോലും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പറ്റിയിട്ടില്ല. അതാണ്. എന്തായാലും അകത്തൊരു ചേച്ചി ഇപ്പോൾ ഉണ്ട്. ചേച്ചിയോടെ നമുക്ക് ഓടിപ്പോയോ? എങ്ങനെയുണ്ട് ഇലക്ഷൻ? ചൂട് പിടിച്ച് നടക്കുന്നു. ഇവിടെ എന്തായിരിക്കും ഒരു സാഹചര്യം? എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് തന്നെ യുവതലമുറ വരണം. തലമുറ മാറ്റം ഉണ്ടാവണം അല്ലേ? സ്ഥിരമായി കാണുന്ന മുഖങ്ങളൊക്കെ തന്നെയാണോ വീണ്ടും വീണ്ടും കാണുന്നത് ഇലക്ഷൻ? ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പുത്തൻ തലമുറയിലേക്ക് മാറ്റണം. അതെ, തലമുറ മാറ്റമാണ് ആവശ്യപ്പെടുന്നത്. തലമുറ മാറ്റം എന്നുള്ള ആവശ്യമാണ്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലയിടങ്ങളിൽ നിന്നും കേട്ട് വരികയാണ്. എന്തായാലും പഞ്ചായത്തും കളിക്കളങ്ങളും പാലങ്ങളും റോഡുകളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാമങ്കരിക്കാർ ഇത്തവണ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അത്തരം ആവശ്യങ്ങൾ അവർ സ്ഥാനാർത്ഥികളുടെ മുന്നിലേക്ക് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നെൽകർഷകരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ നെല്ല് സംഭരണവും ഒക്കെ ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്നു. AC റോഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങൾ, വെള്ളപ്പൊക്കം, എക്കൽ നീക്കം, മണൽ നീക്കം, പ്രളയത്തിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ് കുട്ടനാടൻ മേഖലകളിലെ നീർത്തടങ്ങളിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഓരോ കോണിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ധനേഷിനൊപ്പം ആലപ്പുഴ രാമങ്കരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18.